നമ്മൾ പൂരത്തിന് കാണുന്ന വെടിക്കെട്ടും പുകയല്ല യുദ്ധത്തിലെ വെടിക്കെട്ടും പുകയും എന്ന് നമുക്കിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു അല്ലേ. അതായത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും എത്ര കിട്ടിക്കഴിഞ്ഞാലും പഠിക്കാത്ത ആളുകളാണ് പാകിസ്ഥാനികൾ. പച്ചകൾ എന്ന് പറയും. പച്ചകൾ ഇപ്പോഴും ആദ്യം അവർ പ്രവർത്തിക്കും, അത് കഴിഞ്ഞിട്ട് അവർ ചിന്തിക്കുകയുള്ളൂ. അത്രയും ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ് നമ്മുടെ പാകിസ്ഥാനികൾ. അതുകൊണ്ട് തന്നെ ഇന്നലെ അവന്മാർ കയറി ചുറഞ്ഞതിന് ഇന്ത്യ കയറി മാന്തി. ഇതൊക്കെ പറയാൻ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷേ അവിടെ അതിർത്തിയിൽ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കവർ ചെയ്ത് നമ്മുടെ കവചമായിട്ട് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന നമ്മുടെ ഭടന്മാരും അതുപോലെ തന്നെ നമ്മുടെ 3 നാവിക സേനകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കരമാർഗമായാലും വ്യോമമാർഗമായിട്ടാണെങ്കിലും കടൽ മാർഗമായിട്ടാണെങ്കിലും ഇന്നലെ രാത്രി പാകിസ്ഥാന് ഉറക്കം പോലും കിട്ടിയിട്ടില്ല. ഇന്ത്യയിലോട്ട് 3 വിമാനങ്ങളാണ് അവരത് വന്നത്. ആ 3 വിമാനങ്ങളും നമ്മുടെ എയർഡോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ആ സംരക്ഷണ ആ ഒരു കവചം, സുദർശന കവചം അതില്ലാണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവർ ഡ്രോണുകളായിട്ടും മിസൈലുകളായിട്ടും ഇങ്ങോട്ട് വർഷിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇന്ത്യൻ നാവികസേന അല്ലെങ്കിൽ ഇന്ത്യയുടെ സേന ആർമി തകർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ ആ നാട് വിട്ടുപോയി എന്നാണ് കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടുന്ന് മാറി ബങ്കറിലോട്ടോ ഇനി എങ്ങോട്ടാണോ മാറിയതെങ്കിലും അവിടുന്ന് ഇതുവരെ ഭയങ്കരമായിട്ട് വാചാലനായിട്ട് ഇന്ത്യൻ അത് ചെയ്യും ഇത് ചെയ്യുന്നു പല രീതിയിലും പറഞ്ഞ പ്രധാനമന്ത്രി പോലും അവിടുന്ന് സ്കൂട്ടായി അല്ലെങ്കിൽ മുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നലെ രാത്രി മുതൽ ഈ ഒരു യുദ്ധം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാൻ തുടങ്ങി വെച്ച് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രഹരം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മുൻപന്തിയിൽ അമേരിക്കയുണ്ട്. അതുപോലെ തന്നെ മുൻപന്തിയിൽ മറ്റൊരു രാജ്യമായിട്ട് വന്നത് സൗദി അറേബ്യയാണ്. ഇപ്പം ഇന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രി വരെ പാകിസ്ഥാനിലോട്ട് വരുന്നുണ്ട് ചർച്ച ചെയ്യാൻ. അതായത് സമാധാന ചർച്ചക്ക്, ഇന്ത്യയുമായിട്ട് സമാധാന ചർച്ചക്ക്. അതായത് അവരോട് പിന്മാറുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് കയറി സമാധാനത്തിന് പോവില്ല, പാകിസ്ഥാനോട് അടിനിർത്തി പിന്മാറി യുദ്ധം തോറ്റതായിട്ട് പ്രഖ്യാപിച്ച് മാറി നിന്നോളാൻ, അതാണ് സംസാരം. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അവിടെ സമാധാനങ്ങളൊന്നും ഇല്ല എന്ന് അവർ ഇന്ത്യക്കാരെന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസ് മൊത്തം അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിൽ, നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ, നമ്മുടെ ഏത് ആളുകളാട്ടെ നിങ്ങളെടുത്തോ അവരെല്ലാം അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ആ യുദ്ധം അല്ലെങ്കിൽ തുടങ്ങി വെച്ച ആ ഒരു പ്രഹരങ്ങൾ നിർത്തുന്നതായിരിക്കും 2 കൂട്ടർക്കും നല്ലത് എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം പാകിസ്ഥാനും ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 2 പേർക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അതാണ് ഇവിടെ ഏറ്റവും ത്രെട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പാകിസ്ഥാൻ എത്രയൊക്കെ നമ്മളെ പ്രഹരിച്ച് ഇങ്ങോട്ട് എന്തൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇന്ത്യക്ക് നിഷ്പ്രയാസം അതെല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ 2-3 ദിവസം കൊണ്ട് പാകിസ്ഥാനെ മൊത്തം ചാമ്പലാക്കാനുള്ള സൈന്യവും ആയുധങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരൊറ്റ ചാൻസിൽ അവർ ആ ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ, അത് ഇന്ത്യയിലോട്ട് ഇട്ട് കഴിഞ്ഞാലും ഇന്ത്യ തിരിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലും അത് ഇടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു വലിയ ഭൂപ്രദേശം അതില്ലാണ്ടാവും. അത് ഈ രാജ്യത്തിനെ മൊത്തം ബാധിക്കും. അത് ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും. അതാണ് ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർക്കുന്നത്? അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലോട്ട് പോവരുത് എന്ന് എതിർക്കാനുള്ള കാരണം 2 ന്യൂക്ലിയർ വെപ്പൺസുള്ള രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബുദ്ധിയില്ല, അവന്മാരാദ്യം പ്രയോഗിച്ചിട്ടാണ് ചിന്തിക്കുക ഞങ്ങളിപ്പോൾ എന്താ ചെയ്തത് എന്നുള്ളത്. ആ ഒരു പൊട്ടത്തരത്തിന് അല്ലെങ്കിൽ ആ വിവരക്കേടിന് അവന്മാരെങ്ങനെ അത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് വികുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായാലും വേണ്ടില്ല. അതിനെ തകർക്കാൻ ന്യൂക്ലിയർ വെപ്പണാണ്. അതിനെ തകർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ എഫക്ട്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഏത് രാജ്യക്കാരാണെങ്കിലും അതിന് നിൽക്കരുത് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ഇല്ലാണ്ടാവണം എന്ന് പറയുന്നത്. 2019 ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവചിച്ചൊരു കാര്യമുണ്ട്. 2025 ആകുമ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവും. അതൊരു ആണവ യുദ്ധത്തിലോട്ട് പോകും. ആണവ യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, ന്യൂക്ലിയർ യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഇല്ലാണ്ടാവും. ഇന്ത്യയിലെ ദശലക്ഷം ആളുകൾ മരിച്ചു പോകും എന്നാണ് അവരുടെ ഒരു പഠനം. എന്തോ ഒരു ഈ അച്ചട്ടായി അല്ലെങ്കിൽ അറം പറ്റി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ലെവലിലാണ് കറക്റ്റ് 2025 ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അതിൻ്റെ ഇന്നലെ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാർത്ത ഉണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം. ഒരു യുദ്ധവും ഒരു ജനതയ്ക്ക് മുറ്റുനോക്കാവുന്ന ഒന്നല്ല. പാക് ആക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടിക്കപ്പുറം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് സാഹചര്യം നീണ്ടുപോകരുതെന്ന് ലോക ജനത തന്നെ പ്രാർത്ഥിക്കുമ്പോൾ, പക്ഷേ 2019 കൊളറാഡോ റെഡ്ജർ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട റിസർച്ചും പ്രവചനവും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. 2025 ആകുമ്പോഴേക്കും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്നും അത് ആണവ യുദ്ധത്തിലേക്ക് എത്തുമെന്നുമായിരുന്നു പ്രവചനം.
സയൻസ് അഡ്വാൻസസിലെ ഗവേഷണ പ്രബന്ധത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന ഈ പ്രവചനം US നാഷണൽ സെന്റർ ഫോർ അറ്റ്മോസ്ഫെറിക് റിസർച്ച്, ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ്, നാച്ചുറൽ റിസോഴ്സസ് ഡിഫൻസ് കൗൺസിൽ എന്നിവയുടെ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യ പാക് പ്രദേശത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ ആക്രമണം നടത്തുമെന്ന ഭീഷണിയിൽ പാകിസ്ഥാൻ സൈന്യം ആണവ ആക്രമണം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 400 മുതൽ 500 വരെ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന യുദ്ധമായിരിക്കും. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നഗര കേന്ദ്രങ്ങൾ വരെ ആക്രമിക്കപ്പെടാവുന്ന യുദ്ധത്തിൽ മരണസംഖ്യ 50 മുതൽ 125 ദശലക്ഷം വരെ ഉയരും. ഒരു പൂർണ്ണ തോതിലുള്ള സംഘർഷമാണ് പൊട്ടിപ്പുറപ്പെടുന്നതെങ്കിൽ ഇന്ത്യ 100ഉം പാകിസ്ഥാൻ 150ഉം ആണവായുധങ്ങൾ വിക്ഷേപിക്കുമെന്നും പഠനം പ്രവചിക്കുന്നു. ആദ്യഘട്ടത്തിൽ മാത്രം 100 ദശലക്ഷം ആളുകൾ വരെ മരിക്കും. പരിക്കുകളും ആണവയുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന റേഡിയേഷൻ കാരണവും രോഗവും ക്ഷാമവും സാമൂഹിക തകർച്ചയും ഒക്കെ കാരണം പിന്നെയും 50 മുതൽ 125 ദശലക്ഷം വരെ ആളുകൾ ഇല്ലാതാകുമെന്നും പ്രബന്ധം പറയുന്നു. ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും റഷ്യയും പിന്തുടർന്ന മാതൃക ഇന്ത്യയും പാകിസ്ഥാനും ആവർത്തിക്കുമെന്നുമാണ് പ്രവചനം. ഒപ്പം ഉണ്ടാകുക വലിയ കാലാവസ്ഥാ ദുരന്തങ്ങളും വൻതോതിലുള്ള പട്ടിണിയും പ്രകൃതി ആവാസ വ്യവസ്ഥയുടെ പൂർണ്ണമായ നാശവുമായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല യുദ്ധത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കുക. ഭൂമിയിലെ മറ്റെല്ലാ രാഷ്ട്രങ്ങളെയും ഇത് സാരമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. 2019 ഈ പഠനം ഭയം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല നടത്തിയത്. പൊതുജനങ്ങൾക്കറിയാവുന്ന ആണവായുധ ശേഖരങ്ങളെയും നിലവിലുള്ള സൈനിക നിലപാടുകളെയും അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണമാണെന്നും മുന്നറിയിപ്പ് നൽകുകയും നടപടി വേഗത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അന്ന് തന്നെ സയൻസ് റിസർച്ചിനൊപ്പം ഗവേഷകർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. 6 വർഷം മുൻപ് പുറത്തുവന്ന റിപ്പോർട്ട് പെഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂർ ഉയർത്തിയ സാഹചര്യങ്ങളിൽ ലോകം ചേർത്ത് വായിക്കാനും തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ, അമേരിക്കയിലെ കൊളറാഡോ യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു റിസർച്ച് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ടായിട്ട് അവർ പറയുന്ന കാര്യങ്ങളാണ്. ദശലക്ഷക്കണക്കിലെ ആൾക്കാർ മരിക്കും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാ കാലങ്ങളും നമ്മളെ രാജ്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇന്നലെ കണ്ട യുദ്ധം ഇന്നലെ അങ്ങനെ തന്നെ അവസാനിക്കണേ എന്നാണ് നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം മുൻകൈ എടുക്കേണ്ടത് ഇന്ത്യയല്ല. ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് കയറി ചൊറിയാൻ പോയിട്ടില്ല, ചൊറിഞ്ഞിട്ടുമില്ല. പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആ ഒരു ബോധം ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ മോശം കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിവരമില്ലായ്മ കാണിച്ചിട്ട് എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആണവായുധം ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം എന്തെങ്കിലും അവർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രണ്ട് രാജ്യത്തിനും ഒരിക്കലും നല്ലതായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നതും. ആ ഒരു ഇടപെടൽ അതിന് തീർപ്പുണ്ടാക്കാൻ പറ്റട്ടെ. ഇപ്പോൾ ഇന്ന് സൗദിയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇടപെടലുകളോട് ഈ ഒരു യുദ്ധം, തുടങ്ങി വെച്ച ഒരു യുദ്ധം ഇവിടെ തന്നെ അവസാനിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം വരുമ്പോൾ നമ്മളിപ്പം കേരളത്തിലിരുന്ന് നമുക്കൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കും, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും, നമ്മളതിന് കൈയടിക്കും. പക്ഷെ അതിൻ്റെ വരായികൾ, ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ നമ്മൾ കരുതി വെക്കുക തന്നെ വേണം.